എവിടെയാടി 10? എടി നീ അപ്പുറത്തെ സൈഡിൽ നോക്ക്, ഇങ്ങോട്ട് നോക്കാം. ഇത് സാനിയുടെ റൂം, ഇത് നമ്മുടെ റൂം. കൊള്ളല്ലേ, എസ്തെറ്റിക്. വെൽക്കം ടു പഞ്ചാബ്. നൈസ് ടു മീറ്റ് യു. നടക്കുന്നില്ലല്ലോ അൺഎക്സ്പെക്ടഡാ. സത്യമായിട്ടും ഇത് പ്ലാൻ ചെയ്തല്ല. അതെ, അൺഎക്സ്പെക്ടഡാ. എടി ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടിടത്തേക്ക് നിങ്ങൾ വരുന്നത് എന്റെ കുഴപ്പം. ശുഭം ശുഭം. നൈസ് വ്യൂ, ബ്യൂട്ടിഫുൾ വ്യൂ. ടെറസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. അല്ല, ടെറസിൽ ചെന്നടി അടിപൊളി വ്യൂ കാണാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. കുറച്ച് അരിവും ബ്യൂട്ടിഫുൾ വ്യൂ. ഇത് ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടതായിട്ട് വീടല്ലേ. ആ സൈഡിലും ബ്യൂട്ടിഫുൾ വ്യൂ ആ. അലക്കിട്ട് തുണിയുണ്ട്. ഗലി ഗലി മസാ ഗലി. ഇതാണോ ഗലി? ഇവിടെ ഒരു സ്കൂളടി. കോൺഗ്രസിന്റെ ഒരു കൊടി വന്നു. മല്ലു സിംഗ് വൈബ് ഉണ്ടല്ലേ. Students come down immediately. Come on. അതെ, ചായ കുടിക്കാം. പഞ്ചാബ്, അമൃത്സർ. ഞങ്ങൾ രണ്ടുപേരും ഡേറ്റിൽ വന്നതാണ് പഞ്ചാബില്. ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരോടെ ഉണ്ട്. കുറച്ച് ആൾക്കാര് ഇവിടുന്ന് ഒരു കുറച്ച് ആൾക്കാര്, കുറച്ച് ആൾക്കാര്. ഞങ്ങൾ പുറത്ത് വെറുതെ ഇറങ്ങിയത്. പക്ഷെ എന്താ, പുറത്ത് വ്ലോഗ് എടുക്കാൻ പറ്റത്തില്ല. ഇവൻ പറഞ്ഞ ഫോൺ പോലും പുറത്തെടുത്തേക്കല്ലെന്നാ പറഞ്ഞത്. അവിടുന്ന് സാറ് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല. ഫുഡ് കഴിക്കാൻ ഈ ധാബയ്ക്കുള്ളിൽ കയറിയിട്ടാണ് ഫോൺ പുറത്തെടുക്കുക. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തില്ല. വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഭയങ്കര ഓർഡർ കൊടുത്തേക്കുന്നത്, കുറച്ച് ഓർഡറൊന്നുമില്ല. അതുകൊണ്ട് കുറെ നേരമായി വെയിറ്റ് തുടങ്ങിയിട്ട്. നമ്മള് ഫുഡ് വരാൻ ലേറ്റായി. അപ്പോഴത്തേക്കും അറ്റൻഡൻസ് എടുക്കേണ്ടതുണ്ട്. നമ്മൾ തിരിച്ച് ഹോട്ടലിൽ തന്നെ വന്നു. അതായത് നമ്മൾ പാഴ്സൽ എടുത്ത് നമ്മൾ സ്റ്റേ ചെയ്തെടുത്തിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ ഡൈനിങ് ഹാളിൽ. ചേട്ടൻ പറഞ്ഞു ഈ ഡൈനിങ് ഹാളിൽ കയറുന്ന കഴിക്കുകയോ ഡാൻസ് കളിക്കുക എന്താണെന്ന് വെച്ചിട്ടുള്ള. നമുക്ക് ഭ്രാന്താണ് വിചാരിക്കുന്നത്. അഞ്ച് മിനിറ്റ് മുന്നേ ഇല്ലേടി എന്താണ്ടൊക്കെ വലിച്ചു വരുത്തുന്നേ. അതെ ഗൈസ്, പക്ഷെ വരെ വിശക്കുന്നുണ്ട്. നീ 2 മിനിറ്റ് മുന്നല്ലേ കഴിച്ചു കഴിഞ്ഞത്? ഞാൻ 3 ചപ്പാത്തി എടുത്തേക്കുന്നത്. കഴിക്കാൻ പോകുന്നില്ല. പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാവേ ലാസ്റ്റ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നത്. ഡൽഹിയിൽ നിന്ന് മണാലി പോയപ്പോൾ തൊട്ട് ഞാൻ തല കഴുകിയിട്ടില്ല. അമൃത്സർ വന്നപ്പോഴാണ് എനിക്ക് ജീവൻ വെച്ചത്. നാളെ വി ആർ ഗോയിങ് ടു ഗോൾഡൻ ടെമ്പിൾ, ജാലിയൻവാല ബാഗ്, വാഗ ബോർഡർ. ഫുഡടിയും കുളിയും ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. ഞാൻ നേരത്തെ ഉറങ്ങാൻ പോകണം. കാരണം എനിക്ക് നാളെ രാവിലെ പോകണം. എന്റെ കൈ വരച്ച് ഇവിടെ പിടിച്ച് വെറൈറ്റി ഓട്ടോ സെറ്റപ്പാട്ടോ അല്ലേ? 10 പേർക്ക് കയറാവുന്ന ഓട്ടോ. അതെ, ഫാമിലി വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ? ഇത് ഓട്ടോയുടെ ബാക്കിലെ സീറ്റ്, ഫ്രണ്ടിലെ സീറ്റ്, ഡ്രൈവറിന്റെ പുറകിലെ സീറ്റ്. അതെ,
ഇപ്പൊ ജാലിയൻവാല ബാഗിലല്ലേ പോന്നെ? കെട്ടടാ, നിന്നെ ഇതൊന്ന് കെട്ടി കാണാൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റിംഗ്. അല്ല അതുകൂടെ അകത്തേക്ക് ഹായ് വിനു സിംഗ്. സുഗു സിംഗ് എവിടെ? സുഗു സിംഗ് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നാട്ടിൽ നിന്ന് നല്ലത് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഓറഞ്ച് സാധനം കെട്ടേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഹായ് ഗേൾ, എന്താ കാണാൻ രസമുണ്ട്. ഹായ് ജിഷ ഖോർ, ഹായ് ഐറിൻ ഖോർ, ഹായ് താങ്ക് യു. നമ്മൾ ഗോൾഡൻ ടെമ്പിൾ അല്ല, ജാലിയൻവാല ബാഗ്. ജാലിയൻവാല ബാഗിന്റെ അവിടെ വന്നിരിക്കുന്ന ഗൈസ് നമ്മളെല്ലാം അല്ല ഞാൻ ഫ്രണ്ടിലടിയിരുന്നത്. പുറകിലത്തെ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് കണ്ടു. ഒരു വട്ടം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ചാടിപ്പോകാത്ത ദൈവത്തിന്റെ എന്തോ അനുഗ്രഹം. എടി റെജിയുടെ മടിയിൽ ആ സൈക്കിൾ എടുക്കൊണ്ടുവന്ന ചട്ടം ഇരിക്കേണ്ടിയായിരുന്നു. അമ്മാതിരി പോക്കായിരുന്നു. This is my second time in Punjab. This is my first time and first experience. നമ്മുടെ ആരാ സൈമൺ അല്ലല്ലോ, സൈമണോ? ഒരു ഗോ ബാക്ക് സൈമൺ കണ്ടീഷൻ. വേറെ ഒരു എനിക്ക് അയാളുടെ പേര് കറക്റ്റ് അറിയില്ല. ഇയാള് വിതൗട്ട് എനി വയലൻസ് ഇയാള് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു. ആ സമയത്ത് അയാളുടെ പേര് ഉള്ള ഗേറ്റ്സ് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവരെ മൊത്തത്തിൽ ലോക്ക് ചെയ്തു. ബാൽ ഗംഗാധർ തിലക്കാണോ? അങ്ങനെ ഗേറ്റ്സ് അടി വന്നാലുണ്ട്. നിനക്ക് ഞാൻ തരില്ല നിന്റെ ക്ലാസ്. ചെവിക്കകത്ത് വരുന്നോ ഹോൺ അടിക്കുന്നത്? സ്കൂൾ ബസ്സാണോ ചുമ്മാ ബസ്സാണോ? സ്കൂൾ ബസ്. അംബേദ്കർ ഇതെന്ത് യൂണിവേഴ്സിറ്റി അടി? എന്തോ യൂണിവേഴ്സിറ്റി, പഞ്ചാബിൽ ഏറ്റവും വലിയ ആണോ? എനിക്കറിയത്തില്ല. തള്ളു കട്ടത് ഞാൻ ശരിക്കും നിങ്ങൾ ചോദിക്കാത് അംബേദ്കർ ആണോ? കുതിരയുടെ പക്കത്ത് മഹാരാജ് രഞ്ജിത് സിംഗ്. കൊള്ളാം. ജാലിയൻവാല ബാഗിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അധികം ഒന്നും അലൗഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വ്ളോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. ജാലിയൻവാല ബാഗ് പ്ലേസ് എന്താടി ഇതൊരു വേദനാജനകമായ സ്ഥലം. നേരത്തെ വന്നിട്ടുള്ളൂ, പക്ഷേ അത്ര സൈഡിൽ ഫോട്ടോ എടുക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ എന്താ 1919 എല്ലാവർക്കും അറിയത്തില്ലേ ജാലിയൻവാല ബാഗ് മസീക്ക്? ആ സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു 2000ഓളം ആൾക്കാർ റൗലത്ത് ആക്ടിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ ഒരു പീസ്ഫുൾ ഗ്യാതറിങ് വന്നിട്ടുണ്ടെന്നും അതറിഞ്ഞ് അവിടെ വരുന്ന ലോഡ് ഡയർ അവിടെ ഓപ്പൺ ഫയർ ചെയ്യാനുള്ള ഓർഡർ ഇടും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എക്സിറ്റ് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും തൗസൻഡ്സോളം ആൾക്കാരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യും. ഇതാണ് ജാലിയൻവാല ബാഗ് മസേക്കർ എന്ന് പറയുന്നത്. അതൊരു ഓടുന്ന സമയത്ത് ലൈക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന സമയത്ത് ഇതിൽ വീണു കുറെ പേര് വീണിട്ടുണ്ട്. ബിവെയർ ഓഫ് പിക് പോക്കറ്റ്സ് ആണല്ലോ എല്ലായിടത്തും. ആ സ്ഥലത്ത് കാണുന്ന ബുള്ളറ്റ് മാർക്സ് അതെ അവിടെ ഉള്ളത്, ആ സ്ക്വയർ ചെയ്തേക്കുന്നത്. ആക്ച്വലി എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ ഉള്ള, പക്ഷെ അത് ആ പോയിന്റ് ചെയ്തവരെ കണ്ടില്ല. തലയിൽ റീക്രിയേറ്റ് ചെയ്യാനൊന്നും കൊള്ളത്തില്ല. ഞാൻ എൻ്റെ മമ്മിയും അപ്പനും അമ്മയില്ല, മമ്മിയും അനിയനും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ എന്നെ കാണാൻ സീന ആ ഫോട്ടോ ഞാൻ സൈഡിലിടാം. പക്ഷെ ആ സ്ഥലം കാണുന്നില്ല. ആ ഫോട്ടോ ഒന്നുകൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ തല്ലിപ്പൊളിച്ച് കളഞ്ഞ ഇല്ല, ഇത് കാണും. അത് എൻട്രൻസാ. ആക്ച്വലി ഇത് 1947 സമയത്ത് ഇത് ഇവിടെ പിന്നെ നശിച്ചായിരുന്നു. പിന്നെ അത് റെനോവേറ്റ് ചെയ്തതാണ്. പിന്നെ 2019 പിന്നെ റെനോവേറ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ പണ്ടെടുത്ത ഫോട്ടോ ഇവിടുന്ന റെനോവേഷൻ്റെ സമയത്ത് റെനോവേഷൻ്റെ ഇതായതുകൊണ്ട് അവർ ആ റൈറ്റിങ്സ് ജാലിയൻവാല ബാഗ് എന്നുള്ളത് പൊളിച്ചു മാറ്റി. So you tell nothing. Please subscribe to Neha Merubin's channel because yesterday I have subscribed. Bye guys. Thank you. ക്ലാസ് ഫോട്ടോ ഞാനില്ലാത്ത ക്ലാസ് ഫോട്ടോ
മുടി ഫുൾ ഒരു തുള്ളി പോലും കാണാൻ പറ്റും. എങ്ങനെ ഞാൻ കവർ ചെയ്യാനോ? വി ആർ ഗോയിങ് ടു ഗോൾഡൻ ടെമ്പിൾ. ജലനവാല ബാഗ് കഴിഞ്ഞു, ഗോൾഡൻ ടെമ്പിളിൽ പോകും. ഭയങ്കര നല്ല മുടി ഒന്നും കാണിക്കാൻ പാടില്ല. എല്ലാരും സിക്കുകാരായോ? ഗോൾഡൻ ടെമ്പിൾ എത്താറായി. എടി ഇവിടെ നല്ല അടിപൊളി ഒരു ഹൽവ കിട്ടും പ്രസാദമായിട്ട്. എടി ഞാൻ അതിനു വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. എടി എനിക്കിപ്പോഴും 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്ന് തോന്നിയ, പക്ഷെ സ്റ്റിൽ ആ ടേസ്റ്റ് എന്റെ വായിലുണ്ട്. ആ ഒരു വെണ്ണയൊക്കെ ഉള്ള നെയ്യുടെ ഒരു ഹൽവ ഉണ്ട് ഇവിടെ. ആണോ? ഇവിടുത്തെ പ്രസാദം കിട്ടിയാൽ മതിയായിരുന്നു. കുന്തം എന്തിനാ കുന്തമോ? അതേ കുന്തം കണ്ടോ കുത്തും. മീനുണ്ട്. അറിയില്ല, അത് അങ്ങനെയാണ്. 200 രൂപ കൊടുക്കാം. കഴിക്കാൻ എത്ര കാലത്ത് ആഗ്രഹമായിരുന്നു. നമ്മള് പെട്ടെന്ന് ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി, കാരണം സമയമില്ല. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയെങ്കിലേ ഷോപ്പിങ്ങിന് സമയം കിട്ടും. അതുകൊണ്ട് I bought this bag. ഈ ചെരുപ്പ് ഞങ്ങൾ ട്വിന്നിങ് ആണ്. ഞങ്ങൾ രണ്ടുപേരും സെയിം ചപ്പൽ മേടിച്ചു. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇത് എന്നാടി? ഏത് കടയിൽ കയറി എല്ലാം കൺഫ്യൂസിങ് ആണല്ലോ. എന്ത് രസാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡൽഹിയിൽ നിന്ന് ഷോപ്പിങ്ങേ ചെയ്യരുത്. കാരണം അമൃത്സറിൽ വന്നാൽ നമുക്ക് ഭ്രാന്തളകും. അമ്മാതിരി സാധനങ്ങൾ ഇവിടെ ദൂരം സാധനങ്ങൾ. ഇവിടുന്ന് ഞാനിവിടെ പോകണം. ഇവിടുന്നും പോകണം. വി ആർ ഓൾറെഡി ലേറ്റ്. ഇടയ്ക്ക് ഈ ബാഗും മേടിച്ചു. ഈ ബാഗിൽ തള്ളിക്കറ്റാൻ അത്രയോ സാധനങ്ങളും മേടിച്ചു. നമ്മുടെ ഷോപ്പിംഗ് ടൈം കഴിഞ്ഞു. വി ആർ ഗോയിങ് ബാക്ക് ടു ദ ബസ്. അതിനു മുന്നേ അമൃത്സറിൽ വന്ന് എങ്ങനെ ലസ് കുടിക്കാണ്ടിരിക്കുന്നത്? ലസ് കുടിക്കണം. ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല. എവിടെ ഒരു 10 സെക്കൻഡ് പോസ് ആയിട്ടുണ്ടെങ്കിൽ എന്താ നമ്മളെ അമ്മ വീട്ടിൽ വിളിക്കുന്ന പോലെ വിളിച്ച കടയ്ക്കുള്ളിൽ കൊണ്ട് കയറ്റും. എന്താ പറഞ്ഞേ? പാട്ടുപാടിയാ വിളിക്കുന്നത്. അതെ, പാട്ടുപാടിയാ വിളിക്കുന്നത്. കടയ്ക്കുള്ളിൽ തള്ളി കയറ്റും നമ്മളെ. അതുകൊണ്ട് വേഗം പോവാം. മൻമോഹൻ സിംഗ് നല്ലടി. അത് ടാക്സിക്കാരന്മാരെ തട്ടി നടക്കണ്ട. വേണ്ട ചേട്ടാ. എടി ബ്രദേഴ്സ് ധാബ എവിടെയും കാണുന്നില്ലല്ലോ. എടി നമ്മുടെ നേരെ കാണുന്നത് നമ്മുടെ ലാൻഡ്മാർക്ക് ബ്രദേഴ്സ് ധാബയാണ്. അവിടെ നിന്നാണ് ഓട്ടോക്കാരൻ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത്. ആ ബ്രദേഴ്സ് ധാബയല്ലത്, ഭാരത് ഇന്ത്യ ധാബയോ? എവിടെയാടി? ഈ അംബേദ്കറിന്റെ അവിടെയാ. എടി അവിടെ തന്നെ. ഹായ്, നമ്മൾ ബ്രദേഴ്സ് ധാബ കണ്ടുപിടിച്ചു. അവരവിടെ ഉണ്ടോടി? എന്റെ ലസ്സി ഓൺ ദ വേ. താങ്ക്സ്. രസമുണ്ട്. എനിക്ക് ഓപ്പോടെ ആയിട്ട് തോന്നുന്നു. ഇവരൊക്കെ നമ്മുടെ മുഖത്തോട്ട് ഇപ്പൊ ചേട്ടൻ നിന്റെ മടിയിലിരിക്കുന്നു. ബ്രേക്ക് പിടിച്ചാൽ ഫ്രീ ആയിട്ട് വേണേ എന്റെ മടിയിൽ നിന്ന് പോകാം. We came back to hotel. നമ്മൾ ഹോട്ടലിൽ വന്നു, ഡ്രസ്സ് മാറി, നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. Where we are going? വാഗ ബോർഡറിൽ നമ്മൾ യൂണിഫോം ഇട്ടിട്ട് പോന്നെ. വൈറ്റ് ഡ്രസ്. എല്ലാവരും യൂണിഫോം കാണിക്കൂ. ഇന്ന് ബ്ലാക്ക് ആണോ? കാണിക്കും. വൈറ്റ് ഇസ് അവർ ഡ്രസ് കോഡ്. എന്തിനാന്നറിയോ? ഞങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ. അവിടെയുള്ള എല്ലാവരും വൈറ്റ് ആയിരിക്കും. അത് ശരിയാ. വാഗ ബോർഡർ നമ്മൾ ഉള്ളിൽ കയറി. ഇവിടെയും അത് തന്നെ. ഒരു സ്ഥലത്ത് 10 സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല. അപ്പത്തേക്ക് മുഖത്ത് പെയിന്റ് അടിക്കാൻ ചേട്ടന്മാർ ഓടി വരും. അതെ, പെയിന്റ് ബ്രഷ് ആയിട്ട് എന്റെ മൂക്കിലോട്ട് കയറി വന്നു. ഞാൻ പേടിച്ചു പോയി. നമ്മളെ പെട്ടെന്ന് ഐഡന്റിഫൈ. ഐസ്ക്രീം വേണോ? മേടിക്കാൻ. നമ്മളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് വൈറ്റ് ഇട്ടുണ്ട്. ഇവിടെ എല്ലാവരും വൈറ്റ്. ഒറ്റ മനുഷ്യൻ ഇവിടെ ഉണ്ട്. എല്ലാവരും വൈറ്റ്.
എന്താ ചിരി അടിയത് നിനക്ക് ഇതേ ഉള്ള പറയാൻ നിനക്ക് എന്തെങ്കിലും പറയണ്ടോ നമ്മൾ ഐസ്ക്രീം മേടിച്ച ആദ്യം 10 പേര് കാണുന്ന എന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് 100 പേര് നിങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സ് എന്റെ ശരിക്കും എനിക്ക് എന്ത് ലക്ക് എനിക്ക് എന്ത് സപ്പോർട്ട് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ശരിക്കും ഇവരെ കൊണ്ടൊന്നും അല്ലാണ്ട് ഒന്നിനും കൊള്ളത്തില്ലെങ്കിലും ഇവരൊക്കെ എന്നെ എന്തോരം ഹെൽപ്പ് ചെയ്യുന്നറിയോ വീഡിയോ എടുക്കാൻ. അതെ എന്റെ കൈ ഒന്നുമില്ല, എന്റെ കൈ ഫ്രീ അല്ലെങ്കിൽ എന്റെ ആൻമരിയോസ്, എന്റെ ആഷ്ലി ബാബു, എന്റെ ന്യാജിനോ ന്യാരജി, എന്റെ അക്ഷത ജോഷി ഇവരെല്ലാവരും എനിക്ക് വീഡിയോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാര്യം 10-15 പേരെ കാണത്തുള്ളെങ്കിലും ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തോ മില്യൺ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബറിനെ പോലെയാണ്. ആ സ്നേഹം മതി എനിക്ക്. നമ്മള് കൊറേ പട്ടാളക്കാരെ പിടിച്ചെടുത്തവരോടൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. നമ്മൾ ബോർഡറിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങി. ബെല്ല ഇത് പഞ്ചാബാ, ശരിയാ. बॉर्डर ऑफ इंडिया, उधर पाकिस्तान है और ये इंडिया है. ये इंडिया है. हमारे कई तो दूर पे पाकिस्तान. ഈ വെറൈറ്റി ഫോട്ടോ ഒക്കെ ആണല്ലോ ഇവിടെ ഫോട്ടോഷൂട്ട്. അതെ പീരങ്കി അതിനെന്താ എടുക്കാൻ പാ. ഇന്ത്യസ് ബിഗസ്റ്റ് ഫ്ലാഗ്, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റെസ്റ്റോറന്റ്. Oh, this is restaurant, shopping and games. First and last. Tallest PSF flag ship അഴിച്ചു അമ്മേ. ലൈറ്റ് സാധനം അഫ്ഗാനി പറ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു കറി ഞാനെന്തെങ്കിലും പറയാം. ബുദ്ധിയുള്ളവർ ഡിസ്കസ് ചെയ്യുന്നു. ഞാൻ വേണ്ട. ഞാനൊന്നും വേണ്ട. ഒരു നോൺ വെജ് താലി പറയട്ടെ എല്ലാവർക്കും. നമ്മൾ വാഗ ബോർഡറിൽ നിന്ന് 7:30 ഇവിടെ റീച്ചായി. 7:30 നമ്മൾ ഔട്ടിങ്ങിന് വന്നു. ഇന്നൂടെ ഉള്ളൂ നമ്മൾ അമൃത്സറിൽ. നമ്മൾ നാളെ രാവിലെ ഏർലി മോർണിംഗ്. എനിക്ക് പോകണ്ട, എനിക്ക് ഇഷ്ടമായി അമൃത്സർ. ഇത്രയും ദിവസമായിട്ട് വന്നിട്ട് ഇവിടെ ഇല്ല, ഇത്തിരി ചൂട്, ഇത്തിരി വെയില്. ബബി ചിക്കൻ, ബബി ഫിഷ് ആൻഡ് ചിക്കൻ കോർണർ. ലസ്സി കുടിക്കാം. ദിസ് ഇസ് പഞ്ചാബ്, എല്ലായിടത്തും ലസ്സി കിട്ടും. അടുത്ത് കിടന്ന് കുടിക്കാം. നമ്മൾ എന്താ ഓർഡർ ചെയ്തത്? പിന്നെ മലായി ടിക്ക. മലായി ടിക്ക ആൻഡ് മട്ടൻ. അത് ചോദിച്ചില്ലല്ലോ അങ്ങോട്ട്. ഡ്രോപ്പ് ചെയ്തിന്റെ ഫോൺ ചെയ്ത് എപ്പോഴും ഞാൻ തുറക്കുമ്പോൾ ഇങ്ങനെ വന്നു. We are in Punjab famous, Punjab and Amritsar famous Babi chicken and fish corner. അല്ല ഫിഷ് ആൻഡ് ചിക്കൻ കോർണർ. ഭയങ്കര ഫേമസ് കടയാന്ന് തോന്നുന്നു. സായിപ്പന്മാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ സായിപ്പന്മാർ കൂടെ കൈക്ക് ഇരിക്കുന്നത്. നമ്മുടെ വന്നോ? വന്നോ? കഴിച്ചോ പേരുണ്ടടി കഷ്ടം. സവാളയുടെ കൂടെ കഴിക്കാം. This is mutton sheikh kebab. മാർക്കേ മട്ടൻ ചിക്കൻ പക്കോട പറയണോ? ചിക്കൻ പക്കോട അതൊന്നും വേണ്ട. ഹാഫ് അഫ്ഗാനി ചിക്കൻ. ഞാൻ ഓവറായിട്ട് കഴിക്കില്ല. എനിക്ക് തിരിച്ച് ഹോട്ടലിൽ ചെന്നിട്ട് ചപ്പാത്തി മുട്ടക്കറിയും കഴിക്കണം. ഇന്നലെ ഓവറായിട്ട് കഴിച്ചുകൊണ്ട് ഇന്നലത്തെ വേണ്ട കറി കഴിക്കേണ്ടി വന്നില്ല. നല്ല കറിയായിരുന്നു. ഞാൻ സോയ കഴിച്ചില്ല. എടുത്തോ. ഒരു മിനിറ്റ് നാരങ്ങ വീഴേ. നാരങ്ങ നീ വിഴിഞ്ഞാ മതി.
നല്ല ടേസ്റ്റ് ഉണ്ട്. സോറി ബിസിയ. എനിക്കിതാ ഇഷ്ടമായത് അഫ്ഗാനി ചിക്കൻ. എനിക്ക് പക്ഷേ മട്ടൻ. മട്ടനാ? നിനക്ക് എന്താ ഇഷ്ടമായി? അഫ്ഗാനി അതൊക്കെല്ലാം ഇഷ്ടമായി. കഴിക്കാൻ കയറിയ കടയിലെ ലസ്സി ഇല്ല. നമ്മൾ ഇന്നൂടെ ഉള്ളു പഞ്ചാബിൽ. പഞ്ചാബി വന്നിട്ട് നാളെ പോവും. ലസ്സി കുടിക്കാണ്ട് എങ്ങനെ പോകുന്നതെന്ന് ഓർത്തിട്ട് അയ്യോ പട്ടി ആ പേപ്പർ ആക്രമിച്ചിട്ടേക്കുന്നു. പഞ്ചാബി വന്നിട്ട് ഞാൻ ലസ്സി കുടിക്കണോ? എനിക്ക് ലസ്സി കുടിക്കണം. ടുമോറോ ഏർലി മോർണിംഗ് വി ആർ ലീവിങ് പഞ്ചാബ്. എടി ലസ്സിക്കട എവിടെയാ? നമ്മളെങ്ങോട്ടാ പോകുന്നത്? ലസ്സിക്കട കണ്ടുപിടിക്കാൻ. ഫുൾ ദർബാർ അല്ലടി, ടർബൻ. കൂടെ ആരണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല. അവരെന്ത്? നീ ഇപ്പൊ എന്തിനാ ഇത് മേടിച്ചേ? മേടിച്ചേ ഒരു കുറച്ച് കഴിച്ചുള്ളൂ. അതിന് പിന്നെ ഇനി വാങ്ങിക്കാൻ പറഞ്ഞപ്പോ എന്നോട് പറയാൻ നിനക്ക് വയറ്റില് കൊക്ക പാമ്പാന്ന്. വേറെ ലസ്സിക്കട ഒന്നുമില്ല. ഇന്നലെ കയറിയ കടയിൽ തന്നെ കയറാം. മാംഗോ ലസ്സി അല്ല, കടയുടെ പേരെന്താ? ഷുഗർ ആൻഡ് സ്പൈസ്. അയ്യോ ഈ വയ്യാത്ത തൊണ്ടം വെച്ച് ഞാൻ എന്തിനു ലസ്സി കുടിക്കാൻ ഇറങ്ങുന്നേ? ഉച്ചക്കത്തെ ലസ്സി ബ്രദേഴ്സ് ധാബയിലെ ലസ്സി. എടി ഈ കൊച്ചിറക്കം കുറെ നേരെ കേട്ടോ. വളച്ചിലവന്റെ പിക് പോക്കറ്റിങ്ങാ? എന്നോടാ കളി. പിക് പോക്കറ്റിങ് ഇങ്ങോട്ട് വരട്ടെ. പിക് പോക്കറ്റിങ് എടി ഇങ്ങോട്ട് വാടി. എടി ഉത്സവത്തിന് കിട്ടും. നീ ഇങ്ങോട്ട് വാ. ആ കട എന്താ A1 കുൽഫ. കുൽഫ ഉണ്ടെന്ന് പറഞ്ഞു. കുൽഫ അതെന്താ സാധനം? അത് കുൽഫി അടി. അപ്സോറിയ കുൽഫയുടെ അച്ഛനാണ്. എന്ത് നീ പഞ്ചാബി വന്നത് ഇത് കേട്ടാണ്. പഞ്ചാബി വന്നിട്ട് അടുത്ത നട്സ് തീർക്കാൻ വേണ്ടി തലമുടി അടിച്ചു പിടിക്കുന്നു. നട്സ് തീർക്കരുത് പ്ലീസ്. എടുക്കും. നീ എടുക്കും. നീ വ്ളോഗല്ലേ? വ്ളോഗർ എടുത്തു ആദ്യം. എന്നോടൊന്നും സ്നേഹമില്ല. എനിക്ക് വേണ്ട. കൊണ്ടുപോകും. സേമിയ പായസം അല്ലേ ഇത്? സേമിയ പായസം വേണ്ട എനിക്ക്. നല്ലടാ. നമ്മള് ലസ്സി വരാത്ത ഫ്രിഡ്ജ് തുറന്ന് തൈര് എടുത്തോണ്ട് പോകുന്നത്. ഒരെണ്ണ പറഞ്ഞോളൂ നിങ്ങള്. പിന്നെ എങ്ങോട്ട് പോയതൊക്കെ? അടുത്ത് ഞാൻ റെക്കോർഡ് ചെയ്യണ്ടേ? എന്നെ റെക്കോർഡ് ചെയ്യാം. നീയൊക്കെ അല്ലേ ഇപ്പം അരമണിക്കൂറിന് എന്താണ് തിന്നത്? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇവിടെ ചോദിച്ചു ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു. ഞാൻ ഈ മൊത്തം എടുക്കട്ടെ? വേണ്ട വേണ്ട. 1 or 2 ബൈ ബൈ പറ. ഐ ആം ഡൺ ഫോർ ദി ഡേ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇന്നൊരു ഫുൾ ഡേ മാത്രമേ നമ്മൾ പഞ്ചാബിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി ഇവിടെ വന്നത്. ഇന്നലെ ഈവനിങ് നമ്മളിവിടെ എത്തിയത്. അത് ഇന്നൊരു ഫുൾ ഡേ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ പഞ്ചാബ് വാസ് റിയലി നൈസ്. പഞ്ചാബ് വാസ് ഗുഡ്. പഞ്ചാബ് ഷോപ്പിങ്ങിന് അടിപൊളിയാണ്. കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നിരുന്നേ ലോൺ എടുക്കേണ്ട വന്നേനെ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് പഞ്ചാബ് വാസ് നൈസ്. ക്ലൈമറ്റൊക്കെ നൈസാട്ടോ. തണുപ്പുണ്ട്. നാളെ ഏർലി മോർണിംഗ് 6:30 നമ്മൾ തിരിച്ച് ഡൽഹിക്ക് പോവാണ്. സോ
ബിഫോർ ഗോയിങ് ടു ഡൽഹി. എനിക്ക് ഈ റൂം നമ്മൾ നിന്ന ഹോട്ടൽ ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര ഒരു ഹോംലി വൈബ്. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ ഓർത്ത് ഇറങ്ങി വന്നതാണ്. അത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോവാം. ഫോണിൽ സ്റ്റോറേജ് ഇല്ല, ഇനി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. ഞാൻ എൻ്റെ ട്രെയിനിൻ്റെ ആപ്പ് ലിക്സിഗോ അതുവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പം ബൈ. പഞ്ചാബിനോടും ബൈ, നിങ്ങളോടും ബൈ, എല്ലാവരോടും ബൈ.